ശനീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മി തല്ലിക്കുന്നൊരു ദേവതയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. കാരണം എവിടെയൊരു വില കിട്ടാത്തൊരു ദേവതയായിട്ടാണ് നമ്മുടെ പുരാണങ്ങൾ അതിനെ കാണിച്ചു വെച്ചത്. ഉപ്പ് നമ്മുടെ ഉള്ളിലുള്ള ഏതൊരു നെഗറ്റീവിനും ഇല്ലാതെയാക്കാൻ ഉപ്പ് കൊണ്ട് പറ്റും. ഏറ്റവും കൂടുതൽ ധനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് 1 ചാത്തൻ, 2 ഗണപതി, 3 നാഗങ്ങൾ. ചാത്തൻ്റെ ശരിയായ രീതിയിലുള്ള പൂജകളും ശരിയായ രീതിയിൽ കൊണ്ടു നടക്കുന്ന ആളുകളുമാണെങ്കിൽ പെട്ടെന്ന് അവർ കഴിച്ചു. പക്ഷെ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് ഈ ചാത്തൻ ഉപാസന ചെയ്യുന്നവർക്കല്ലേ. നമുക്ക് നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടുപോയി തരുമ്പോൾ അവർ ചോദിച്ച് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടി മേടിക്കാൻ ബാധ്യസ്ഥരല്ലേ. ഉപ്പ്, മുളക്, കടുക്, കരിക്കട്ട, വീട്ടിൻ്റെ അകത്തുള്ള മണ്ണ്, അതുപോലെ തന്നെ ഈ പ്രാക്ക് ദോഷങ്ങൾക്കൊക്കെ അവരെ ഈ ഉപ്പ് മാത്രം വെച്ച് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് കളഞ്ഞാലും പ്രാക്ക് ദോഷത്തിന് ഉപ്പ് മാത്രം മതി. ചേട്ടാ, ശനിദോഷം, ഈ ശനിദോഷത്തെ ഭയക്കുന്ന ആളുകളെയാണ് നമുക്ക് കൂടുതൽ കാണാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ശനിദോഷത്തെ ഭയക്കുന്നത്? ശനിദോഷം, ശനീശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മി തല്ലിക്കുന്നൊരു ദേവതയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. കാരണം എവിടെയൊരു വില കിട്ടാത്തൊരു ദേവതയായിട്ടാണ് നമ്മുടെ പുരാണങ്ങൾ അതിനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദോഷങ്ങൾ നമ്മുടെ ശരീരത്തിൽ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ജന്മം കൊണ്ട് വരുന്ന സമയത്ത് നമുക്കും അതുപോലെയുള്ള അവസ്ഥകളാണ്. നമുക്ക് എവിടെയും വില ഉണ്ടാവില്ല. നമ്മൾ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്ക് നഷ്ടപ്പെടും. നമ്മളുടെ ആരോഗ്യനില തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും. ഇതുകൊണ്ടാണ് ആളുകൾ ഇതിനെ ഭയപ്പെടുന്നത്. പക്ഷെ ആ സമയങ്ങളിൽ നമ്മൾ കാളി ക്ഷേത്രങ്ങൾ ദർശനം കൊണ്ട്, ഹനുമാൻ ക്ഷേത്രങ്ങൾ, ശനീശ്വര ക്ഷേത്രങ്ങൾ, അല്ലെങ്കിൽ ശാസ്താവ്, അയ്യപ്പൻ, ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മളതിനെ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സുഖമുള്ള സമയം ശനി അലകണ്ഠങ്ങളാണ്. ഈ ശനി ദോഷത്തിന് മാറാൻ ഏറ്റവും നല്ലത് ഉപ്പാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ? ഉപ്പ് നമ്മുടെ ഉള്ളിലുള്ള ഏതൊരു നെഗറ്റീവിനും ഇല്ലാതെയാക്കാൻ ഉപ്പ് കൊണ്ട് പറ്റും. നമ്മൾ ഉപ്പ് ചില ഇതിലൊക്കെ പറയുന്നുണ്ട്, നമ്മുടെ ഉപ്പ് വീട്ടിൽ വെച്ചാൽ തന്നെ, തുറന്നു വെച്ചാൽ തന്നെ നമുക്ക് നെഗറ്റീവുകൾ വരില്ല എന്ന് പറയാറുണ്ട്. ചിലർ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഉപ്പ് വെള്ളം കൊണ്ട് കുളിച്ചാൽ നമുക്ക് കുറേ ഒരു ഉന്മേഷം തന്നെ വരാനുണ്ട്. നമ്മൾ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ കടലിലെ കുളി കൊണ്ടും ആ ഒരു സുഖം നമുക്ക് കിട്ടുന്നുണ്ട്. ഉപ്പിനെ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഗുണം ഉണ്ട്. ഈ ഉപ്പും ശനിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉപ്പും ശനിയുമായിട്ടൊരു ബന്ധമുള്ളതായിട്ടുള്ള ഒരു അറിവ് എനിക്കില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, പുസ്തകത്തിലെ അറിവുകളൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്ക് അപ്പം തോന്നുന്ന ഓരോരോ കാര്യങ്ങൾ. ഇപ്പം ഈ ഉപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കുറച്ച് ആളുകൾക്ക് ഞാനത് പറഞ്ഞു കൊടുത്തിട്ട് എഫക്റ്റ് ഉള്ളത് കൊണ്ടാണ് ഞാനത് കറക്റ്റ് പറഞ്ഞത്. ഉപ്പ് ഒഴിഞ്ഞ് കളയുന്ന ഒരു രീതിയുണ്ട്. അത് പല രീതിയിൽ ഉപയോഗിക്കാം. നമ്മുടെ ഈ ചിരട്ടയും ഉപ്പും കൂടെ കൂട്ടിയിട്ട് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഈ മാന്ത്രികത്തില് ഈ ഉപ്പും മുളകും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാറില്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്? അത് ശരിക്കും നമ്മുടെ ദോഷങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ദോഷങ്ങൾ ഉണ്ടാക്കാനും അത് ചെയ്യാൻ പറ്റും. അത് നമുക്ക് എങ്ങനെ അറിയാൻ കഴിയും? ഇപ്പൊ ഒരു മുളക് അല്ലെങ്കിൽ ഉപ്പ് ഉപയോഗിച്ച് നമ്മൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെ അറിയാൻ കഴിയും? ചില ഹോമങ്ങളിൽ, മഹാപൃഥ്വിഗിരി പോലുള്ള വലിയ ഹോമങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഏകദേശം അതിലേക്ക് ഒരു 3-4 കിലോ ഒക്കെ മുളക്, വറ്റൽ മുളക് ഹോമിക്കാറുണ്ട്. എന്നാൽ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലുള്ള ആളുകൾ, എൻ്റെ വീട്ടിലെ മേളിൽ എൻ്റെ റൂമിനടുത്തുള്ളൊരു ഏരിയയിൽ വെച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ വീട്ടിൻ്റെ അകത്തുള്ള ഒരാൾ പോലും ഈ മുളകിൻ്റെ മണം കൊണ്ട് ചുമച്ചിട്ടില്ല അതുവരെ. അതുപോലെ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഒഴിഞ്ഞിടുമ്പോൾ ഉപ്പ്, മുളക്, കരിക്കട്ട, പിന്നെ ആണി ഇരുമ്പിൻ്റെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഇരുമ്പ് എന്നുള്ളൊരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ടാണ് ആണി ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചവിട്ടടി മണ്ണ്, വീട്ടിനകത്ത് അടിച്ചു വാരിയിട്ടുള്ള ആ മണ്ണ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഒഴിഞ്ഞിടും. ഈ ഒഴിഞ്ഞിടുന്ന സമയത്ത് ചിലപ്പം മുളകിന് ഒരു സ്മെല്ലും ഉണ്ടാവാത്ത അവസ്ഥകളുണ്ടാവും. അത് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. മുളകിന് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? മുളകിന് ആ സമയത്ത് നമുക്ക് മുളകിന് സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് കുറവാണ് എന്നുള്ളതാണ് അവസ്ഥ. തീരെ മുളകിന് സ്മെല്ല് വന്നിട്ടില്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്നും പറയുന്നുണ്ട്. സ്മെല്ല് വരികയാണെങ്കിൽ ഒരു പ്രശ്നങ്ങളും ഇല്ല, ഇപ്പൊ ഒരു വലിയ വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് എന്നുള്ളത് പറയാം. അതുപോലെ തന്നെ കർമ്മം ചെയ്യുന്ന സമയത്ത് ഈ സ്മെല്ല് ഇല്ലെങ്കിൽ നമ്മുടെ ആ കർമ്മം ഫലവത്താണെന്നാണ് പറയുന്നത്. സ്മെല്ലില്ലെങ്കിൽ കർമ്മം ചെയ്യുമ്പോൾ, അതായത് എന്തെങ്കിലും സങ്കല്പിച്ച് അതായത് നിങ്ങളുടെ ദോഷങ്ങളെ ഒഴിഞ്ഞു മാറ്റുന്ന ചില കർമ്മങ്ങളുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളുണ്ട്, ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ എടുത്തു മാറ്റുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിത് തിരിച്ചു കൊടുക്കുന്ന ഒരു പണിയും കൂടി അതിൽ വയ്ക്കും. അപ്പോഴൊക്കെ ഈ മുളക് ഇട്ട് കഴിഞ്ഞാൽ, മുളകിന് ഇപ്പം സാധാരണഗതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മുളകിട്ട് നെയ്യ് ഒഴിച്ച് അങ്ങനെ കളിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ രീതി അതല്ല. കത്തുന്ന ഹോമകുണ്ടത്തിൽ അതിൻ്റെ മുകളിലേക്ക് 2 കൈ കൊണ്ടും മുളക് വാരി നിറയ്ക്കുക എന്നുള്ളതാണ്. ആ സമയത്തും
ഇതിന് സ്മെല്ല് ഉണ്ടാവാറില്ല. അപ്പോൾ ആ സ്മെല്ലില്ലാതെ വരുന്ന സമയത്ത് ഇതേ അവസ്ഥയിൽ ഇവർ ചെയ്തത് ആരാണോ ചെയ്തവന് തന്നെ അങ്ങനെ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന ആൾ ചെയ്തു എന്നൊന്നും പറഞ്ഞ് ചെയ്യാറില്ല. ഇത്രേ പറയാറുള്ളൂ. നിങ്ങളുടെ ഏകദേശം കുടുംബത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ കുടുംബപരമായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽവക്കമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്, ആരാണോ എന്താണോ ചോദിക്കരുത്, പറയില്ല. കാരണം അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ശത്രു, നമുക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന കാലങ്ങളാണ്. ഈ കൊച്ചു കുട്ടികൾക്കൊക്കെ ഈ കണ്ണേറ്, ആ കണ്ണു ദോഷം, അതിനൊക്കെ ഇങ്ങനെ രീതി പണ്ട് തൊട്ട് വീട്ടിലൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അത് നല്ലതാണോ? അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അത് ഉപ്പ്, മുളക്, കടുക്, കരിക്കട്ട, വീട്ടിന്റെ അകത്തുള്ള മണ്ണ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ടിക്കണ്ട് കുട്ടികളെ 7, 9, 11 അങ്ങനെ ഒറ്റ സംഖ്യയിൽ ഉഴിഞ്ഞെടുത്തിട്ട് കത്തുന്ന തീയിലേക്ക് ഇട്ടാലും ഇട്ട് കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു പ്രശ്നം മാറുമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഉപ്പ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കല്ലുപ്പ് വേണം ഉപയോഗിക്കാൻ എന്ന് മാത്രം. നമ്മളിപ്പം എവിടെയും കിട്ടാനില്ല, പൊടിയുപ്പാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. പൊടിയുപ്പിനെ കൊണ്ട് നമുക്ക് ഗുണമില്ല, പക്ഷെ കല്ലുപ്പ് ഇട്ടിട്ട് ചെയ്താൽ മാറ്റം വരും. കണ്ണുദോഷം എല്ലാം മാറും, ഒരു വിധപ്പെട്ട എല്ലാ ദോഷങ്ങളും മാറും. അതുപോലെ തന്നെ ഈ പ്രാക്ക് ദോഷങ്ങൾക്കൊക്കെ അവരെ ഈ ഉപ്പ് മാത്രം വെച്ച് ഒഴിഞ്ഞു കഴിഞ്ഞിട്ട് കളഞ്ഞാലും, അത് പ്രാക്ക് ദോഷത്തിന് ഉപ്പ് മാത്രം മതി. ചില സമയങ്ങളിൽ ഉപ്പ് മാത്രം മതി. പക്ഷെ ഇത് ഒരു കാര്യമുണ്ട്, ഇപ്പൊ നമുക്ക് പാരസിറ്റാമോൾ പനിക്കുള്ള ഗുളികയാണ്, എല്ലാ പനിക്കും പാരസിറ്റാമോൾ പോരാലോ, ആന്റിബയോട്ടിക്സും വേണം. അപ്പൊ ആ ഒരു വ്യത്യാസം നമുക്ക് ഈ ഇതേ കർമ്മത്തിലും ഉണ്ടാവും. ചിലത് ദോഷങ്ങൾ കുറഞ്ഞ ഒരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് ആ ഒരു കാര്യം തന്നെ മതി. ഇപ്പം നമ്മൾ ഈ ചരട് കെട്ടാന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന്റെ ധൈര്യം കൂടി അത്. അപ്പൊ എൻ്റെ കയ്യിലൊരു ചരടുണ്ട്, ആ ചരട് ഇന്ന സ്ഥലത്ത് നിന്ന് ജപിച്ചതാണ്, അപ്പൊ അതിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ട്, അല്ലെങ്കിൽ ആ ദേവതയുടെ സാന്നിധ്യം എനിക്കുണ്ട് എന്നുള്ള എൻ്റെ മനസ്സിന്റെ ധൈര്യമാണ് എനിക്ക് വരുന്ന മാറ്റങ്ങൾ. അപ്പൊ എൻ്റെ കൂടെ ദേവത ഉണ്ട് എന്നുള്ള എൻ്റെ അനുഭവം, എൻ്റെ വിശ്വാസമാണ് എനിക്കിവിടെ വരെ നിന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഇത് കേൾക്കുന്നവനും അറിയാത്തവനും പറയാം അത് കളവാണ്. ശരിയാ, അവന്റെ ഭാഗത്ത് നോക്കുമ്പോൾ അത് ശരിയാ. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ദൈവത ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ ദൈവം ഇല്ലാന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരാളാണ്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് ദൈവം ഉണ്ടെന്നാണ്. കാരണം എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുക, ഒരു ജോലിന് മര്യാദയ്ക്ക് ഉണ്ടായിരുന്നില്ലാത്തൊരവസ്ഥ. എന്നാൽ ഞാൻ പഠിക്കാത്ത ആളല്ല, ITI ഡിപ്ലോമ കഴിഞ്ഞൊരു മനുഷ്യനാണ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സർവീസ് ലിക്കർ ക്യാൻറ്റീൻ അസിസ്റ്റൻ്റായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. പ്ലംബിങ്, വയറിങ്, ഇൻഡസ്ട്രി വർക്ക്, അങ്ങനെയുള്ള എല്ലാ ജോലിയും, ഹെവി വെഹിക്കിൾ ഡ്രൈവർ വരെയാണ്. എന്നാൽ അതിനൊക്കെ എനിക്ക് പോകാനും പറ്റുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ അങ്ങനെയുള്ള എൻ്റെ ജോലിക്ക് ഞാൻ പോകാറുണ്ടായിരുന്നു. ഇപ്പം ഞാനായിട്ട് കുറച്ച് പിന്നോട്ടാണ്. കാരണം അതിനും കൂടി പോകുന്ന സമയത്ത് എനിക്ക് ഇതിന്റെ കാര്യത്തിലേക്ക് നടക്കുന്നില്ല. കാരണം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, സമയവും സന്ദർഭവും നോക്കാതെ തന്നെ പലരും വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ അറ്റൻഡ് ചെയ്യലും ഇതും കൂടി എനിക്ക് നടക്കുന്നില്ല. കാരണം അതിന് മാത്രം എനിക്ക് ഓടാനുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാ ഓടുക? ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ചോദിച്ചു മേടിച്ചിട്ടില്ലെങ്കിലും എനിക്ക് ആവശ്യത്തിനുള്ള എൻ്റെ കയ്യിൽ എത്തുന്നുണ്ട്. ഇപ്പൊ ചേട്ടൻ്റെ അടുത്തേക്ക് വരുന്ന ഒരാള്, അയാൾക്ക് ഭയങ്കര ഒരു നെഗറ്റീവാണ്, അല്ലെങ്കിൽ അയാൾ ഭയങ്കര ഒരു നെഗറ്റീവ് ഫീലിലാണ്, വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണ്. അപ്പൊ ആ വിഷമം പെട്ടെന്ന് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അവർക്ക് നല്ലൊരു ധൈര്യം കിട്ടിയാൽ തന്നെ മതി. കാരണം നമ്മൾ ചെയ്താൽ മാറും എന്നുള്ളൊരു വിശ്വാസം അവർക്ക് ഉണ്ടായാൽ തന്നെ അതിനെന്തെങ്കിലും ക്രിയകൾ വല്ലതും ഉണ്ടോ? ഉണ്ട്, ചെയ്യാൻ പറ്റും. നമുക്ക് അവരിൽ ഇപ്പം ഒരു തിരി കൊണ്ട് ഒഴിഞ്ഞു മാറ്റുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അവർക്ക് സ്വയമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? സ്വയമേ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഈ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഒഴിഞ്ഞിടുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്ഷേത്ര ദർശനങ്ങൾ വളരെ നല്ലതാണ്. കാരണം അല്ലെങ്കിൽ അവർക്ക് എന്താ പറയുക, ഈ ക്ഷേത്ര ദർശനം ചെയ്യുന്ന സമയത്ത് തന്നെ അവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കാണും. ഇപ്പം ഈ എല്ലാവരും ഭയങ്കര ആങ്സൈറ്റി, ഡിപ്രഷനുള്ള ആളുകളാണ് കൂടുതൽ, ജോലി കാരണം, സ്ട്രെസ് കാരണം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇത് നല്ല ഫലവത്തായിരിക്കുമോ ഇങ്ങനെ ചെയ്യുന്നത്? ക്ഷേത്ര ദർശനം എപ്പോഴും ഫലവത്തായിരിക്കും. പക്ഷേ ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഒരു കാര്യമുണ്ട്, നമ്മളിന്ന് എല്ലാവരും ഇൻസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആഗ്രഹിക്കുക, എല്ലാവർക്കും പാക്കറ്റാ വേണ്ടേ, പെട്ടെന്ന് ഒട്ടിക്കുക, കാര്യം നടക്കുക. അത് ഒരിക്കലും ദൈവത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടില്ല. കാരണം നമ്മുടെ മനസ്സിനെ കൊണ്ട് നമ്മളിപ്പോ ഒരു ജപസംഖ്യ പറയണം, 108 എന്ന് പറയുന്നത്, ഈ 108 നമുക്ക് ജപിക്കാൻ പറ്റണം, വേണ്ടേ? നമ്മളൊരു ദിവസം 108 ജപിക്കാൻ കഴിയുമോ നമുക്ക്? എന്നാ 108 എന്നുള്ള സംഖ്യ മാത്രമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കില്ല. കാരണം എന്താ, ഇന്നിപ്പം ലോണ്, ഹൗസ് ലോണ്, 1 വെഹിക്കിൾ ലോണ്, അതിനിടയ്ക്ക് ഭാര്യക്ക് പറഞ്ഞ പ്രസന്റ്, ഭാര്യ പറഞ്ഞിട്ടുള്ള വേറെ എന്തെങ്കിലും, അതിനിടയ്ക്ക് അമ്മ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ മൈൻഡിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നമ്മൾ 108 ജപിക്കുന്നത് അക്കം മാത്രമാണ്. ഒരിക്കലും ആ 108 എന്നുള്ള ജപസംഖ്യയിലേക്ക് എത്തുന്നില്ല. അപ്പൊ കുറച്ചു നേരം മൈൻഡ് ഫ്രീ ആക്കി ഒന്ന് ക്ഷേത്രത്തിൽ ഇരിക്കാൻ പറ്റണം, എന്നാൽ നമുക്കത് ഇതൊന്നൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. എന്തിനും ആ ഒരു മൈൻഡ് നമ്മൾ എന്തിലേക്കെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ അല്ലേ.
ആ അവസ്ഥ ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഏതൊരു വ്യക്തിക്കും മാറ്റങ്ങൾ സംഭവിക്കും. ക്ഷേത്രത്തിലുള്ള ചൈതന്യം എന്നാണ്. അതിപ്പം ക്ഷേത്രം മാത്രമല്ല, ഏതൊരു ആരാധനാ രീതിയിലാണെങ്കിലും ഏത് മതത്തിലാണെങ്കിലും ശരി, അവരെന്തിനാണോ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അവിടുന്ന് റിക്കവർ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മാറ്റം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അവരതിനോട് അടുക്കുകയാണെങ്കിൽ അവർക്ക് അതിന് മാറ്റം ഉണ്ടാവും. അപ്പം ചേട്ടൻ ആരാധിക്കുന്ന മൂർത്തി ഏതാണ്? ഞാൻ ആരാധിക്കുന്ന ഒരുപാട് മൂർത്തികളിൽ കാര്യമായിട്ട് ഞാൻ ആരാധിക്കുന്നത് ഭദ്രകാളി എന്നുള്ളത്. ഭദ്രകാളി ഉപാസന. ഇപ്പോൾ ഒരുപാട് ദേവതകളുടെ കാലമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പല പല ദേവതകളെ ഇപ്പോൾ ആളുകൾ സ്വയം സ്വീകരിക്കുന്ന അവസ്ഥയിലാണ്. ഇപ്പം വിഷ്ണുമായ, മാടൻ, ചാത്തൻ, അങ്ങനെ ഒരുപാട് ദേവതകളെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത് യഥാർത്ഥ ഒരു ആരാധനയാണ്. അതായത് ചാത്തൻ, വിഷ്ണുമായ, അങ്ങനെയുള്ള ഉപാസനയൊക്കെ ഇപ്പം എല്ലാം ശിവ ചൈതന്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരവസ്ഥയാണ് അല്ലേ? അങ്ങനെ തന്നെയാണ് എല്ലാ കഥകളും വരുന്നത്. അല്ല, ഇതൊരു ദുർമന്ത്രവാദമല്ലേ? ഇല്ല, നിങ്ങൾക്കിപ്പം എന്താ പറയാ, നമുക്ക് എന്താണോ ആവശ്യം അതാണല്ലോ നമ്മുടെ ഇതായിട്ട് വരുന്നത്. ആ ആവശ്യത്തിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങളല്ലേ നമ്മൾ ചെയ്യുന്നത്. അല്ല, ഈ ചാത്തൻ ഉപാസന ഇങ്ങനെയുള്ളത് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്, മറ്റുള്ള ദേവതകൾ ഉപാസിക്കുന്നതിനേക്കാൾ കൂടുതൽ. പക്ഷെ ചാത്തന്റെ ഉപാസന വരുന്ന സമയത്ത് ശരിക്കും ചാത്തന്റെ മന്ത്രം കൊണ്ട് പറയുന്നത് സ്വർണത്തിന്റെ പെട്ടി സ്വർണത്തിന്റെ ചങ്ങല കൊണ്ട് പൂട്ടിയിട്ട് അത് വലിച്ചുകൊണ്ട് തരണം എന്നുള്ളതാണ്. ശരിക്കും ചാത്തൻ നമുക്ക് ഏറ്റവും കൂടുതൽ ധനപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നത് 1 ചാത്തൻ, 2 ഗണപതി, 3 നാഗങ്ങൾ. ഈ നാഗാരാധന ശരിയായ രീതിയിൽ നടക്കുന്ന സ്ഥലങ്ങളൊക്കെ നോക്കിക്കോളൂ നിങ്ങൾ, നല്ല ധനം അവിടെ സാമ്പത്തികം വരും. അതുപോലെ തന്നെയാണ് ഗണപതിയെ നല്ല രീതിയിൽ വെച്ച് ആരാധിക്കുന്ന സ്ഥലത്ത് നല്ല രീതിയിൽ വരും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ചാത്തന്റെ ശരിയായ രീതിയിലുള്ള പൂജകളും ശരിയായ രീതിയിൽ കൊണ്ട് നടക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്ന് അവർ കഴിച്ചു. പക്ഷെ ഏറ്റവും കൂടുതൽ അടി കിട്ടുന്നത് ഈ ചാത്തൻ ഉപാസന ചെയ്യുന്നവർക്കല്ലേ. നമുക്ക് നിങ്ങൾ ചോദിക്കുന്നത് കൊണ്ടുപോയി തരുമ്പോൾ അവര് ചോദിച്ച് നിങ്ങൾ കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് അടി മേടിക്കാൻ ബാധ്യസ്ഥരല്ലേ? നമ്മൾ ചാത്തനോട് പറയുന്നത് എനിക്ക് ഇന്നത് തന്നാൽ ഞാൻ ഇന്നത് തരാം. പുള്ളിക്ക് വേണ്ടത് വല്ല നാടൻ ചാരായമോ അല്ലെങ്കിൽ ഒരു കോഴിയോ ഒക്കെ ആയിരിക്കും. ഇത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് നമുക്കിത് കിട്ടുമ്പോൾ നമ്മളങ്ങ് മറന്നുപോകും അല്ലേ? ഇപ്പം എൻ്റെ അടുത്തും ഒരു കുടുംബം എൻ്റെ അടുത്ത് വന്നൊരു പ്രശ്നം പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, ഞാനത് നോക്കട്ടെ. അവർ പറഞ്ഞു ഞാൻ എന്തും ചെയ്യും, ഇത് നടക്കുകയാണെങ്കിൽ ഞാൻ എന്തും ചെയ്യും, കാരണം എൻ്റെ ജീവിത പ്രശ്നം. പറഞ്ഞു ശരി, നമുക്ക് നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എനിക്കവിടെ ആടിന് ഒരു വർഷത്തിലൊരു ദിവസം ആട് വെട്ടുന്നൊരു കർമ്മമുണ്ട്. അപ്പം അതിലേക്ക് ഒരു ആടിനെ നിങ്ങൾ നേർന്ന് വെച്ചോളൂ എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. പുള്ളി അവിടുന്ന് പോയി ഒരു 2 ആഴ്ചൻ്റെ ഗ്യാപ്പ്, ആ ഒരു സമയം കൊണ്ട് തന്നെ കാര്യം നടന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ നടന്നു കഴിഞ്ഞ് പുള്ളി പറഞ്ഞു, പിന്നെ പുള്ളി എന്നെ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. കാരണം ഈ ഒരു ഫംഗ്ഷന് പോലും പുള്ളി എന്നെ വിളിച്ചില്ല. കാരണം പുള്ളീൻ്റെ മെയിൻ പരിപാടി അത് തന്നെയാണ്. കാരണം ഒരു ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് പറയും, പിന്നെ ആ വഴിക്ക് പോവില്ല. കാര്യം നടന്നാലും ശരി നടന്നില്ലേലും ശരി, ഇതാണ് രീതി. അപ്പം ഇത് നടക്കാൻ വേണ്ടി പുള്ളി പലപ്പോഴും എന്നെ വിളിച്ചിട്ടുണ്ട്. നടന്നു കഴിഞ്ഞാൽ പുള്ളി എന്നെ വിളിച്ചതുമില്ല. പിന്നീട് ഒരു ഭാഗം തളർന്നു പോവുക ചെയ്തു. അത് ഡോക്ടറെ കാണിച്ചിട്ട് മാറാത്തൊരവസ്ഥ വന്നു. 8 മാസം ഡോക്ടറെ കാണിച്ചിട്ടും മാറിയില്ല. അവസാനം എന്നെ തേടി തന്നെ വന്നു. ഞാൻ ഇത്ര രൂക്ഷമാണെന്ന് ഞാനും അറിയുന്നില്ല. ഈ ഒരു അവസ്ഥയിൽ ഏന്തി വലിഞ്ഞ് നടക്കുന്ന, നമ്മളെ കാല് വലിച്ചുകൊണ്ട് നടക്കുന്ന രൂപല്ലേ, ആ ഒരു അവസ്ഥയിലാണ് പുള്ളി വരുന്നത്. അപ്പം പുള്ളി വന്നു, അതിൻ്റെ കാര്യങ്ങൾ നോക്കി ചെയ്തു കൊടുത്തു. ഒന്ന് ഒഴിഞ്ഞ് അതിന് വേണ്ട കുറച്ച് കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്തു കൊടുത്തു കഴിഞ്ഞു പുള്ളി എണീറ്റു. പുള്ളിക്ക് മാറ്റങ്ങൾ വന്നു. ഇങ്ങനെ അനുഭവമുണ്ട്. ഒരു വിളക്ക് തരാന്ന് പറഞ്ഞിട്ട് അവസാനം അത് തരാൻ വേണ്ടിയിട്ട് പിന്നെ അവരവിടുന്ന് 2 വിളക്കുമായിട്ട് വരേണ്ട അവസ്ഥ വന്നാണ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമുക്ക് ഈ ചാത്തന്റെ ഒക്കെ കാര്യത്തിൽ നമ്മൾ കൊടുക്കാന്നൊക്കെ പറയും, നമുക്ക് കിട്ടേണ്ട കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് അവരെ മറന്നുപോകും. പിന്നെ അടി കീഴാൻ ബാധ്യസ്ഥനാണല്ലോ. പിന്നെ ഈ ഉപാസന എന്ന് പറയുന്നത് തീക്കൊള്ളി കൊണ്ടുള്ള കളിയാണ്, മേല് പൊള്ളാതിരിക്കില്ല. അപ്പൊ അത് അറിഞ്ഞ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ അതിന് പോയിട്ട് കാര്യമുള്ളൂ. കാരണം നിങ്ങളിപ്പം ഒരാളോട് നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ വാങ്ങി ചായ മേടിച്ചിടും, ചുമ്മാ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങളെ ഞാൻ ചുറ്റിച്ചിട്ടൊരു വെള്ളം വരെ മേടിച്ചെന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നോട് എന്ത് പറയും? കിട്ടുന്ന ഗ്യാപ്പിൽ എന്നെ പിടിച്ചിട്ട് കുത്തില്ലേ? ഉറപ്പല്ലേ? ചോദിക്കും, ചായ വാങ്ങിച്ചാരാന്ന് പറഞ്ഞിട്ടില്ല, നീ എന്നെ വിളിച്ചോണ്ടെന്ന് പറഞ്ഞു ചോദിക്കും. ഇത് ചോദിക്കുന്നത് ആ ഒരു സമയത്തിന്റെ പരിധിയും കൂടി ഉണ്ട്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചുറ്റിച്ച് കാണുക ഈ ചോദ്യമൊന്നും ഉണ്ടാവില്ല.
അല്ലേ? ഇത് തന്നെയാണ് അവരും ചെയ്യുന്നത്. കാരണം നമുക്ക് മറ്റൊരു വ്യക്തിനിപ്പം ഈ നിങ്ങൾ ആവശ്യപ്പെട്ട കാര്യത്തിന് എത്രത്തോളം അഗേൻസ്റ്റ് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. എത്ര ആൾ ഇതിന് എതിരായി നിൽക്കുന്നത്, ഇത്രയും എതിരായി നിൽക്കുന്ന ആളുകളെ കണ്ണു വെട്ടിച്ചിട്ട് നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് നടത്തി തന്നിട്ട് നിങ്ങളത് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ ആ പുള്ളിയുടെ ദേഷ്യാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്ക് പെട്ടെന്ന് അത് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ആ പുള്ളിയെ പിടിക്കുന്നത്, അല്ലേ? ഈ ദേവതനോട് ആ ഉപാസിച്ച് കഴിഞ്ഞാൽ ഈ ദേവതയ്ക്ക് ഇന്നത് കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും എന്ന് പൂർണ്ണ വിശ്വാസമുള്ളതിനോട് നിങ്ങളാ ചെയ്യുന്നത്. കിട്ടിക്കഴിഞ്ഞിട്ട് നിങ്ങളത് കൊടുത്തില്ലെങ്കിൽ ആ എനർജി നിങ്ങളെ വെറുതെ വിടില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയുന്നത്. അത് ചാത്തനായാലും ശരി, മാടനായാലും ശരി, ഭദ്രകാളി ആയാലും ശരി, മഹാദേവനായാലും ശരി, നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കാൻ പറ്റിയാൽ അത്രയും സന്തോഷം എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം പിന്നീട് നമ്മളൊരു ആവശ്യം പറയേണ്ടി വരില്ല. എൻ്റെ അനുഭവമാണ്. അപ്പൊ എനിക്ക് ധനത്തിന്റെ ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ അധികം ആരോടും ചോദിക്കേണ്ട ഒരു ആവശ്യം വരാറില്ല. എൻ്റെ കയ്യിലൊന്നുമില്ല എന്ന് മനസ്സുകൊണ്ട് പറയേണ്ട ഒരു ആവശ്യം വരാറുള്ളൂ എൻ്റെ കാര്യങ്ങൾ നടന്നിട്ട്.